ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു അഭിപ്രായം ചോദിക്കുകയാണ്. അപ്പോൾ ആ ഒരു അഭിപ്രായം നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. എൻ്റെ ചോദ്യം ഇതാണ്: അക്കാഡമിക്കലി ബെസ്റ്റായിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ, അതായത് 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഡിഗ്രിയിലൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ ഇനിയുള്ള കാലത്ത് കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ ഒരു കാര്യം ഇപ്പോൾ ഒരുപാട് പേര് അത് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതായത് നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ ഇനി കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. മുമ്പുണ്ടായതിനേക്കാൾ വളരെ കൂടുതലാണ് ഇന്നത്തെ കാലത്ത് കോമ്പറ്റീഷൻ എന്ന് കരുതി ഈ പറയുന്ന അക്കാഡമിക്കലി ബെസ്റ്റ് ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഭയങ്കര ജീനിയസ് ആയ കുട്ടികൾക്ക് മാത്രമേ ഇത് ക്രാക്ക് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ എങ്ങനെ ഇതിന് തയ്യാറെടുക്കുന്നു എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ കാര്യം, ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സ്വയം മനസ്സിലാക്കണം എന്താണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എന്നും അതിന് ഞാൻ എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടതെന്നും ഏതൊക്കെ വിഷയങ്ങളിലാണ് എനിക്ക് അഡ്വാൻറ്റേജ് ഉള്ളതെന്നും എങ്ങനെയാണ് ഞാൻ പരീക്ഷ എഴുതേണ്ടതെന്നൊക്കെ നമ്മൾ സ്വയം മനസ്സിലാക്കണം. നമ്മൾ എല്ലാം ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നോക്കിയാൽ ഒരുപാട് വീഡിയോസിൻ്റെ താഴെ എൻ്റെ ആയാലും തന്നെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ആ പരീക്ഷയ്ക്ക് ടൈം ടേബിൾ ചെയ്തു തരാമോ, അല്ലെങ്കിൽ ഈ പരീക്ഷയ്ക്ക് ടൈം ടേബിൾ ചെയ്തു തരാമോ, ഇങ്ങനെയാണ് ചോദിക്കുന്നത്. സ്വന്തമായൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീക്കായിട്ടുള്ള സബ്ജക്റ്റുകൾ അത് നിങ്ങൾക്കല്ലേ അറിയാവൂ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാനും അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനും നിങ്ങൾക്കേ പറ്റത്തുള്ളൂ. മറ്റൊരാൾ ചെയ്തു തരുന്ന ടൈം ടേബിളിൽ, അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞു തരുമ്പോഴല്ല നിങ്ങൾക്ക് നിങ്ങളുടെ വീക്ക് പോയിന്റും നിങ്ങളുടെ പ്ലസ് പോയിന്റും മനസ്സിലാവുന്നത്. നിങ്ങൾ ആദ്യം കോമ്പറ്റേറ്റീവ് എക്സാമിന് തയ്യാറെടുക്കുന്ന കുട്ടികൾ നിങ്ങളുടെ ഇത് മനസ്സിലാക്കുക, എവിടെയാണ് നിങ്ങൾക്ക് സ്ട്രോങ് പോയിന്റ്. ചില ആൾക്കാർ പഠിക്കാൻ ഇത്തിരി വീക്കാണെങ്കിലും അവർ എക്സാം എഴുതാൻ മിടുക്കന്മാരായിരിക്കും, മനസ്സിലായില്ല. അത് എക്സാം ഹാളിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കുട്ടികളുണ്ട്. നിങ്ങൾ നോക്കിയത്, ഒരു ക്ലാസ്സിൽ നിന്ന് പഠിക്കുമ്പോൾ ചിലപ്പോൾ ക്ലാസ്സിൽ നടത്തുന്ന ടെസ്റ്റിലും അല്ലെങ്കിൽ ക്ലാസ്സിൽ ചോദിക്കുമ്പോഴൊക്കെ ചിലപ്പം അറിഞ്ഞൂടാതിരിക്കുന്ന കുട്ടികൾ ചിലപ്പോൾ പെട്ടെന്ന് എക്സാം ക്രാക്ക് ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എക്സാം ഹാളിൽ ചിലപ്പോൾ നല്ല കോൺഫിഡൻസ് ഫീൽ ചെയ്യാം, എക്സാം ഹാളിൽ ചിലപ്പോൾ നല്ല ആത്മവിശ്വാസത്തോടെ അവൻ എക്സാം എഴുതുന്നുണ്ടാവാം, ടെൻഷൻ കുറവായിരിക്കും. ഈ പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ 1.5 മണിക്കൂറിൽ നമ്മൾ എങ്ങനെ നമ്മുടെ ആ ടൈം മാനേജ് ചെയ്യുന്നു, നമ്മൾ എങ്ങനെ പ്രഷർ മാനേജ് ചെയ്യുന്നു, ഇതെല്ലാം നോക്കുന്നതാണ് ഈ പരീക്ഷ എന്ന് പറയുന്നത്. അപ്പം ഈ പരീക്ഷ എന്താണെന്ന് മനസ്സിലാക്കുന്ന ആൾക്കാർക്കായിരിക്കും പെട്ടെന്ന് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിലല്ലാതെ ഇങ്ങനെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രം, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് വാങ്ങിച്ച ആൾക്കാർക്ക്, അല്ലെങ്കിൽ പ്ലസ് ടുവിന് ഫുൾ എ പ്ലസ് വാങ്ങിച്ച ആൾക്കാർക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെയല്ല. ഇതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു സ്ട്രാറ്റജിക് ആയിട്ട്, അതായത് ഒരു പദ്ധതി തയ്യാറാക്കി അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ഇത് പറ്റത്തുള്ളൂ. പിന്നെ കുറേ കുട്ടികൾ ചെയ്യുന്നൊരു മണ്ടത്തരമുണ്ട്. ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം തയ്യാറെടുക്കും, ഒരു പരീക്ഷയ്ക്ക് വേണ്ടി. ആ പരീക്ഷ പോയി എഴുതും, ചിലപ്പോൾ മാർക്കുണ്ടെങ്കിൽ ഇനി ഞാൻ പഠിക്കുന്നില്ല, ചിലപ്പോൾ മാർക്ക് കുറവാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റത്തില്ല. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ അപ്പോഴും നിർത്തിപ്പോക്കണം. അതായത് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. കുറേ ദിവസം പഠിക്കാതെയൊക്കെ ഇരിക്കും, വീണ്ടും ഏതെങ്കിലും നോട്ടിഫിക്കേഷനോ എക്സാം വരുന്ന സമയത്ത് ചാടി ഇറങ്ങി വീണ്ടും കുറച്ച് ദിവസം പഠിക്കും, പരീക്ഷ എഴുതും, കിട്ടത്തില്ല, വീണ്ടും പറയും ഞാൻ പഠിച്ചിട്ട് നടക്കുന്നില്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇല്ലെന്നാണ് പലരുടെയും ആൻസർ, മനസ്സിലായോ? കണ്ടിന്യൂസ് ആയിട്ട് ഇതിന് ട്രൈ ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾക്ക് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ചെയ്യുന്ന തയ്യാറെടുപ്പിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ പഠിക്കുന്നതിലോ അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതുന്നതിലോ എന്തോ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ആ പോരായ്മകൾ ഇല്ലാതാക്കുമ്പോഴായിരിക്കും നമുക്ക് റിസൾട്ടിലേക്ക് എത്താൻ കഴിയുന്നത്. ഞാൻ ഇന്നലത്തെ വീഡിയോയിലൊക്കെ 7-8 വർഷം കൊണ്ട് പഠിക്കുന്നവരുണ്ടെന്നുള്ള കമൻറ്റ് കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, 7-8 വർഷം കൊണ്ടൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അയാൾ പഠിക്കുന്നതിൽ എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അയാൾ ആരിൽ നിന്നോ ഗൈഡൻസ് എടുക്കുന്നത് അതിലെന്തോ പ്രശ്നമുണ്ട്. നിങ്ങളെ ഗൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അത് ആദ്യം മനസ്സിലാക്കുക. പഠിക്കേണ്ട കാര്യങ്ങൾ ഇന്നതാണെന്ന് പറഞ്ഞു തരാൻ ഞങ്ങളെ പോലുള്ളവർക്ക് കഴിയും, പഠിപ്പിച്ചു തരാനും ഞങ്ങളെ പോലുള്ളവർ കഴിയും. പക്ഷെ നിങ്ങൾ എന്താണെന്നും നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഏതൊക്കെ രീതിയിൽ തയ്യാറെടുക്കണം എന്നുള്ളതും നിങ്ങൾക്ക് മാത്രമേ അറിയാൻ കഴിയത്തുള്ളൂ. സോ നിങ്ങളത് ആലോചിക്കുക, ഏതൊക്കെ വിഷയങ്ങളിലാണ് നിങ്ങൾ പുറകിലോട്ടുള്ളത്, ഏതൊക്കെ വിഷയങ്ങളിലാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും, എനിക്ക് PSC ഇംഗ്ലീഷ് ബുദ്ധിമുട്ടാണ്. PSC ഇംഗ്ലീഷിൽ എനിക്ക് പല ഭാഗങ്ങളും എനിക്ക് അറിയത്തില്ല. കാരണം ഞാൻ അതിന് വലുതായിട്ട് ഞാൻ ഇമ്പോർട്ടൻസ് ഇപ്പോൾ ഞാൻ കൊടുക്കുന്നില്ല. ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ നന്നായിട്ട് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, എന്നാലും എനിക്ക് ആ സമയത്ത് അത് ബുദ്ധിമുട്ടായിരുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ മേഖലയിൽ ഉണ്ടാവും, മനസ്സിലായ? അപ്പോൾ അത് മനസ്സിലാക്കുന്നതിലാണ് കാര്യമിരിക്കുന്നത്. അല്ലാതെ ഭയങ്കര ബുദ്ധിയുള്ളവർക്ക് മാത്രമേ ഇത് കിട്ടുള്ളൂ എന്നുള്ള തോട്ടൊന്നും നിങ്ങൾക്ക് വേണ്ട, മനസ്സിലായ? നിങ്ങൾ ഇതിലെങ്ങനെ കാര്യങ്ങൾ
ചെയ്യുന്നു എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. സ്വന്തമായിട്ടൊരു പ്ലാൻ തയ്യാറാക്കുക, സ്വന്തമായിട്ട് നിങ്ങളൊരു തയ്യാറെടുപ്പ് ആരംഭിക്കുക. ബാക്കിയുള്ളവർ പറയുന്നത് കേട്ട് അത് പഠിക്കാം ഇത് പഠിക്കാം, അങ്ങനെയല്ല. എന്താണ് പഠിക്കുന്നതെന്നും എങ്ങനെയാണ് പഠിക്കുന്നതെന്നൊക്കെ സ്വന്തമായിട്ടൊരു പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കുക. ഏതൊക്കെ ഫോളോ ചെയ്യണം, ആരെയൊക്കെ ഫോളോ ചെയ്യണം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ വാരി വലിച്ചെടുത്തിട്ട് പഠിക്കും. പഠിത്തം എപ്പോൾ നോക്കിയാലും പഠിത്തം തന്നെ. എന്നാൽ ദിവസം ഒരു 10 ക്വസ്റ്റ്യനെങ്കിലും PSC ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്ത് നോക്കുന്നുണ്ടോ? അതില്ല. കാര്യങ്ങൾ ചോദിച്ചാൽ എല്ലാം അറിയായിരിക്കും, ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയുമായിരിക്കും, പക്ഷേ എക്സാം ഹാളിൽ മാർക്കില്ല. അത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. മടിയാണ് പലർക്കും. മടിയാണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അത് വർക്കൗട്ട് ചെയ്ത് നോക്കാൻ പലർക്കും മടിയാണ്. ആ മടിയുള്ളവർക്കും എത്ര പഠിച്ചാലും റിസൾട്ട് വൈകാൻ ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക്, എന്നാൽ മാത്രമേ, അല്ലെങ്കിൽ അത്രത്തോളം ക്വസ്റ്റ്യൻ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കത് പെർഫോമൻസിൽ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ, എക്സാം ഹാളിലെ പെർഫോമൻസിൽ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഈ പഠിക്കുന്നതും നമ്മൾ ഈ കഷ്ടപ്പെട്ട് സമയം കളഞ്ഞ് നമ്മൾ ഈ പുസ്തകങ്ങൾ വെച്ചുകൊണ്ട് ഇരിക്കുന്നതും എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട്. 1.5 മണിക്കൂർ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട്. ആ 1.5 മണിക്കൂർ പരീക്ഷയല്ലേ നമ്മൾ റിസൾട്ട് നിശ്ചയിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഏതാണ്? പരീക്ഷയാണ്. അപ്പോൾ ആ പരീക്ഷ എഴുതി പഠിക്കാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്? ഞാനത് വായിക്കുന്നുണ്ട്, ഞാൻ ഇത് വായിക്കുന്നുണ്ട്, ഞാൻ ആ ക്ലാസ് കാണുന്നുണ്ട്, ഞാൻ അവിടെ ക്ലാസ് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങൾക്ക് പരീക്ഷ എഴുതി പ്രാക്ടീസ് ചെയ്യാതെ നിങ്ങളത് ഈ പറഞ്ഞ കാര്യം നിങ്ങൾ എത്ര പഠിച്ചിട്ടും കാര്യമുണ്ടോ? ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് ആ പരീക്ഷ എഴുതാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. പരീക്ഷ എഴുതാൻ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ടിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. സോ ഞാൻ ബ്രില്യൻ്റ് അല്ല, എനിക്കിത് പറ്റില്ല എന്നുള്ള തോട്ടുള്ളവരുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് ഞാൻ എങ്ങനെ തയ്യാറെടുക്കുന്നു എന്ന് നിങ്ങൾ സ്വയം പ്ലാൻ ഉണ്ടാക്കി തയ്യാറെടുക്കുക, പഠിക്കുക. ഉറപ്പായിട്ടും റിസൾട്ടിലേക്ക് എത്താൻ കഴിയും. ഓക്കെ, സോ ആൾ ദ ബെസ്റ്റ്. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ.